Hello guys, welcome back to my YouTube channel. It's me Jidin again. ഇതൊരു നല്ലൊരു സ്ഥലമാണ്. അതായത് ഒരു ചെറിയൊരു കനാലും ഇതാ കാണുന്ന ഒരു ചെറിയൊരു അക്വഡേറ്റീവ് പാലം തിരിയുകയൊക്കെ ചെയ്യും. അപ്പം സംടൈംസ് ഞാനിവിടെ വന്ന് ചുമ്മാ സ്പെൻഡ് ചെയ്യാറുണ്ട്. ചെറിയ നാരോ ബോട്ട്സ് നിങ്ങൾക്ക് കാണാം. നാരോ ബോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് നാരോ ബോട്ട്സ് നിങ്ങൾക്ക് കാണാം. ഇതാണ് നാരോ ബോട്ട്സ് എന്ന് പറയും. ഈ നാരോ ബോട്ട്സ് കാണാമല്ലോ. ഇതിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങൾസും എല്ലാം ഉണ്ട്. ഒരു ടൂറിസം പോലെയാണ്. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് നാരോ ബോട്ട്സിനെ പറ്റിയിട്ടല്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് എങ്ങനെയാണ് ജസ്റ്റ് ഈറ്റിലൊരു ഡെലിവറി എടുത്തൊരു കസ്റ്റമർ എടുത്ത് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതിട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത്. എനിക്ക് അന്നേരമാണ് അവരറിഞ്ഞത് എനിക്ക് ഡെലിവറിയുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രൈവറ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു കൊള്ളായിരുന്നു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ ചോദിച്ചതാണ് യൂബർ ഈറ്റ്സ് ആണോ നല്ലത്, പേയ്മെൻറ്റ് വെച്ചിട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു ഒരിക്കലുമല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് യൂബർ ഈറ്റ്സ് ഡെലിവറി ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. എനി ടൈം യു ക്യാൻ. അതായത് നമുക്ക് ഇപ്പോൾ എനിക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷനിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണെങ്കിലും എനിക്ക് ഡെലിവറിക്ക് പോകാം. പക്ഷെങ്കിൽ അതിന് മിനിമം ഒരു 3 സംതിങ് ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് വരത്തുള്ളൂ. പക്ഷെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് എന്നെപ്പോലല്ലാതെ പ്യൂർ ടൈം അവർക്ക് ഡെലിവറി ആയിട്ട് തന്നെ പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഈറ്റാണ്. കാരണം ജസ്റ്റ് ഈറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ഷെഡ്യൂളും കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഓപ്പൺ റൺ കിട്ടും. ഓപ്പൺ റൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി സ്റ്റാഫ് കാണുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും. അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അവർ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ അല്ലാതെ നമ്മളെപ്പോലുള്ള ആൾക്കാർ നേരത്തെ നമുക്ക് ഷെഡ്യൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അതായത് നമുക്ക് ഓഫ് നോക്കി നമുക്ക് അന്നേരം പ്ലാൻ ചെയ്ത് നമുക്ക് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂബർ ഈറ്റ്സ് ആണ് നല്ലത്. കാരണം നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകാം. പക്ഷെങ്കിൽ ജസ്റ്റ് ഈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സോണുണ്ട്. ആ സോണിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഈറ്റ് കാണിക്കണം താല്പര്യമുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ സോണ് യോർക്ക് എന്ന് പറഞ്ഞ ഏരിയയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സെൽബി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഏരിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാനൊരു ഷോപ്പ് നടത്തിയിരുന്നു. അതായത് ഞാനൊരു നമ്മുടെ മലയാളികളുടെ ഒരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഈറ്റ് ഷോപ്പിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഈറ്റ് ഞാൻ അവിടെ യോർക്കിൽ അഡ്രസ്സാണ് കൊടുത്തത്. ഞാനത് നിയർലി 1 ഇയർ ആയിട്ട് ഞാനത് സോൺ ചേഞ്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നു. ഞാനത് മെയിൽ കാണിക്കാം. അതായത് എൻ്റെ ആ റിക്വസ്റ്റ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെയിലും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു അടുത്ത വർഷമായിരിക്കും എനിക്കിങ്ങോട്ട് കിട്ടുന്നത്. പക്ഷേ ജസ്റ്റ് ഈറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡെലിവറി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഒരു മിനിമം നമുക്ക് ഓർഡറിന് 4 പൗണ്ട് എബോവ് ആയിരിക്കും നമുക്ക് വരുന്നത്, 7 പൗണ്ട്. അതായത് നമുക്ക് ഈ യൂബർ ഈറ്റ്സിൽ നമുക്ക് നല്ല സോണുകളും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ യൂബർ ഈറ്റ്സിൽ നമുക്ക് ഏൺ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് ജസ്റ്റ് ഈറ്റ് വഴി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റൈഡർ എന്ന് പറഞ്ഞൊരിതുണ്ട്. അതായത് നമുക്ക് ഡെലിവറോ എന്ന് പറയും. അപ്പോൾ ഡെലിവറിക്കും പേയ്മെൻറ്റ് നമുക്ക് താരതമ്യേന നമ്മുടെ ജസ്റ്റ് ഈറ്റ് പോലെ തന്നെ നല്ല പേയ്മെൻ്റ് ആണെന്നാണ് കേട്ടത്. ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെയായിട്ടും ആയിട്ടില്ല. കാരണം അത് ഞാൻ കാറിലാണ് കൊടുത്തിരിക്കുന്നത്. അവർ അപ്രൂവലും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും നല്ല എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നല്ലൊരു പേയ്മെൻ്റാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഈറ്റ് പോലെ തന്നെയാണ്, ഇച്ചിരി ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് ഇത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ പർപ്പസിന്, അതായത് എനിക്ക് ഫ്രീ ഉള്ളപ്പോൾ മാത്രമേ ഞാൻ ഓണാക്കി പോകത്തുള്ളൂ. അതിലെനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇതിനു വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂബർ ഈറ്റ്സ് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല ഡെലിവറി ആയിട്ട് മാത്രമായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാം എടുത്തിരിക്കണം. അതായത് ഫസ്റ്റ് ജസ്റ്റ് ഈറ്റ്, യൂബർ ഈറ്റ്സ്, പിന്നെ അതുപോലെ ഡെലിവറോ ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഡെലിവറി വരുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാറുള്ള ആൾക്കാർ, അതായത് 5 ഡോറ്, അതായത് ചില കാറുകൾ 5 ഡോർ ആണെങ്കിലും അവർ 4 ഡോർ, അത് 4 സീറ്റ് ആയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഐഗോ അങ്ങനെയുള്ള കാറുകളിലൊന്നും നമുക്ക് ആമസോൺ ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നോർമൽ ഒരു ഹാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു സെഡാൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു മിനി വാനോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവരുടെ കമ്പാരിറ്റീവ്ലി പേയ്മെൻറ്റ് വളരെ കൂടുതലാണ്. കാരണം 17 പൗണ്ട്സ് പെർ അവർ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ
എനിക്ക് എൻ്റെ മേ ബി എൻ്റെ പ്രശ്നമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു വില്ലേജ് ഏരിയയിലായതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലീഡ്സ്, ഹള്ള്, പിന്നെ യോർക്ക് അങ്ങനെയുള്ള ഏരിയയിലാണ് എനിക്ക് ഡെലിവറി ഉള്ളത്. അതായത് ഞാനിപ്പം അതൊരു ഓഫർ വരും, അതായത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഓഫർ എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഒരു മോറിസൺ ആയിരിക്കും, അല്ലെങ്കിൽ ആമസോണിൻ്റെ വെയർ ഹൗസ് ആയിരിക്കും. അവിടെ നമുക്ക് ഇത്ര മണിക്ക് നിങ്ങൾക്ക് ഇത്ര ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടും. അതായത് നമുക്ക് സ്ലോട്ട് ഉണ്ട്, ഇത്ര ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് മോറിസൺ അങ്ങനെയുള്ള ഡെലിവറി. അതാകുമ്പോൾ ഒരു കസ്റ്റമർ ഒരു 5 bags ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കതെടുക്കുക, അതിന് ചിലപ്പോൾ ഒരു 32 pound ഒക്കെ ആയിരിക്കും കാണുന്നത്. 32 pound ഒക്കെ കാണുമായിരിക്കും. ഒരു 3 hours ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഷോ വരുന്നത്. അപ്പോൾ ആവറേജ് നമുക്ക് ഒരു 17 pound per hour കിട്ടാം. പക്ഷെങ്കിൽ മോസ്റ്റ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻസ് ഞാൻ പറയുന്നത് 1/2 hour ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ ആ ടൈമും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു 1/2 hour ഞാൻ ഡ്രൈവ് ചെയ്യുന്നതും തിരിച്ച് 1/2 hour ഞാൻ തിരിച്ചു വരുന്നതും അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പിന്നെ അവർ പറഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓടി എത്തണം. പിന്നെ നമ്മൾ 50 minutes മുമ്പ് തന്നെ നമ്മൾ ആമസോണാണോ എവിടെയാണോ അവിടെ ചെന്നിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ടൈം ഭയങ്കര ഒരു ഗൺ പോയിൻറ്റിലാണ്. നമ്മൾ ആമസോണിൻ്റെ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഗൺ പോയിൻറ്റിലാണ്. അതായത് നമുക്ക് ടൈം കിട്ടത്തില്ല, നമുക്ക് അങ്ങനെ അധികം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. നമുക്ക് യൂബർ പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഈറ്റ് പോലെയോ അല്ലെങ്കിൽ റൈഡർ അല്ലെങ്കിൽ ഡെലിവറോ പോലെ അല്ല. അവരുടെ ഫോർ എക്സാമ്പിൾ ആമസോൺ, ഞാൻ വൺ ടൈം ഒരു ആമസോണിൻ്റെ വെയർ ഹൗസിൽ നിന്ന് ഒരു 45 ഇത് എടുത്തിരുന്നു. ചെറിയ ഐറ്റംസാണ്, പക്ഷേ നമ്മളത് ഒരു 4 hours ആണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 5 hours ആണ് കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ എങ്കിലും എനിക്ക് 4 hours പേ തരത്തുള്ളൂ. കാരണം നമ്മൾ അതായത് 1/2 hour ഞാൻ അങ്ങോട്ട് പോയി, പിന്നെ തിരിച്ചു വന്ന 1/2 hour 1 hour ആയി. പിന്നെ ഞാൻ ഡെലിവറി എടുക്കാൻ, അതായത് ചില കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ തപ്പി പോകുമ്പോഴേക്കും അഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ചിലത് നമ്മൾ തിരിച്ച്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഐറ്റം അന്നേ ദിവസം തന്നെ നമ്മളെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ കൊണ്ടു കൊടുക്കണം. വെയർ ഹൗസ് നമ്മൾ എവിടെയാണോ വെച്ചാൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ടൈമും കാര്യങ്ങളും അതിനുള്ള എമൗണ്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. എങ്കിൽ തന്നെയും അതിന് നല്ലൊരു പേയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ആമസോൺ ഞാൻ ക്വൈറ്റ് കാരണം ഞാൻ ആമസോൺ എടുത്തു വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഏരിയയിൽ, അതായത് എൻ്റെ വില്ലേജ് സെൽബി എന്ന് പറഞ്ഞ ഏരിയയിൽ മോറിസൺ ഉണ്ട്. അപ്പോൾ അവിടെ ആമസോൺ ഫ്ലെക്സ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ ലോക്കൽ ഏരിയകൾ എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് ഒരു അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ എന്താണേലും ആമസോൺ ഫ്ലെക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലെക്സ് ചെയ്യും. അപ്പോൾ എന്താണേലും ആമസോൺ ഫ്ലെക്സിൻ്റെയും ജസ്റ്റ് ഈറ്റിൻ്റെയും ഞാൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് ഇട്ടുതരാം. ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണെന്നുണ്ടെങ്കിൽ UK വരുന്ന മല്ലൂസ് ആണെങ്കിലും ആരാണെങ്കിലും, ഞാനിപ്പോൾ മലയാളത്തിലാണ് ബ്ലോഗ് ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ള ഡെലിവറി മാത്രം ചില ആൾക്കാർക്ക്, ഇപ്പം ഞാൻ എക്സ്പെഷ്യലി ഇപ്പോൾ കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു നൈറ്റ് ഒരു സീനിയർ കെയർ അസിസ്റ്റൻ്റായിട്ടാണ് പോകുന്നത്. അപ്പം ചില ആൾക്കാർക്ക് കെയറിനെ പറ്റി താല്പര്യം കാണത്തില്ല, ചില ആൾക്കാർക്ക് കെയർ താല്പര്യം കാണും. കെയറിൻ്റെ എന്ന് പറഞ്ഞാൽ സുഖമുള്ള ജോലിയാണ്, നമുക്ക് ഇരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് പറയാം. എങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് കെയറിനെ പറ്റി പേടിയും. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒത്തിരി CQC ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സൂക്ഷിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഒരു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എല്ലാം കൈ നമുക്ക് വെള്ളത്തിലാകുന്ന വഴിയാണ്. പക്ഷേ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഡെലിവറി മാത്രമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതായത് യൂബറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് ഈറ്റ്, റൈഡർ, മീൻവെയിൽ എല്ലാത്തിനും എടുത്തു നോക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം DBSും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. ആമസോണിൻ്റെ ഫ്ലെക്സ് എനിക്ക് നിയർലി ഒരു 2 months കൊണ്ടാണ് എനിക്ക് ഓപ്പണായി കിട്ടിയത്. ജസ്റ്റ് ഈറ്റ്, ഓ മൈ ഗോഡ്, ഇറ്റ്സ് നിയർലി ലൈക്ക് മോർ ദാൻ 3 months എടുത്തു എനിക്കത് ഒരു അക്കൗണ്ട് ഓപ്പൺ ആകാൻ തന്നെ. കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ് ജസ്റ്റ് ഈറ്റിന്. അവരുടെ സോൺ ചേഞ്ചിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് 1 year ആയിട്ട് വരെ എനിക്ക് ലാസ്റ്റ് ഒരു 1.5 month മുമ്പ് ഒരു ജസ്റ്റ് മെയിൽ വന്ന്, അതായത് എൻ്റെ 1 year മുമ്പ് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അവർ കൺസിഡറേഷൻ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം എന്നാൽ ഒരു 6 months തന്നെ ചിലപ്പോൾ എനിക്ക് ഇവിടെ സോൺ മാർക്ക് കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും നമ്മളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് വേറെ ഇൻകം ഉണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് ഒരു സൈഡ് ഇൻകം എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ ഒരു സൈഡ് ഇൻകമായിട്ട് ഇപ്പം ഇതിൽ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ നിയർലി ചിലപ്പോൾ ഒരു 60 pounds 30 pounds 100 ഒക്കെ വരത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഇതിൽ ITR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോൺ ഫ്ലെക്സ് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എനിക്ക്
£1,000 താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ITR അതായത് HMRCയിൽ ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം £1,000 എബോവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തേർഡ് പാർട്ടിയായിട്ട് നമുക്ക് വരുന്ന ഇൻകം എല്ലാം നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മെയിലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവർ തന്നെ തരും. അതുകൂടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ £100 കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. ചിലപ്പോൾ £60 ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ആണ് ഓരോ ആൾക്കാരും. പക്ഷെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ. ഓക്കെ ഗൈസ്, താങ്ക് യു. സൈനിങ് ഓഫ് ജിതിൻ.